ഒരുവന്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരുവർക്ക് ഈ അഭിഷേകം നാവിലൂടെ ഒഴുകുവാൻ തുടങ്ങുക. ആർക്കും അതിനെ അടച്ചു വെക്കാൻ കഴിയത്തില്ല, ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. ഡാം പൊട്ടി വെള്ളം ഒഴുകുന്നത് പോലെ ആ ഡാം പൊട്ടി വെള്ളം ഒഴുകിയാൽ ആർക്കും അടച്ചു വെക്കാൻ കഴിയത്തില്ല, ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയാത്ത പോലെ അഭിഷേകത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതന്റെ അകത്തൊന്ന് പുറത്തേക്ക് ഒഴുകുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ തടയുവാൻ ഉലക ശക്തികൾക്ക് കഴിയില്ല, ലോകശക്തിക്ക് കഴിയില്ല, മാന്ത്രിക ശക്തിക്ക് കഴിയില്ല, പൂജാ ശക്തികൾക്ക് കഴിയില്ല. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് കൊടഞ്ഞാരാധിച്ചോ. ഇന്ന് പകൽ പ്രതികൂലങ്ങളെ വെട്ടുന്ന അന്ത്യകാല അഭിഷേകത്തിനായി ഞാനും എന്റെ ദൈവത്തെ സ്തുതിക്കുക. വലിയ അധികാര, വലിയ അഭിഷേക എന്നിൽ ആത്മാവ് നൽകുമ്പോൾ വചനം പറയുന്നു, നിങ്ങൾ ഈ അധികാരത്താൽ ഭൂമിയിൽ എന്ത് കെട്ടുന്നുവോ അത് സ്വർഗം കെട്ടുക. നിങ്ങൾ ഭൂമിയിൽ എന്ത് അടിക്കുന്നുവോ അത് സ്വർഗം അവിടെ അഴിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ ആര് എന്ന ദൗത്യമാണ്, ക്രിസ്തുവിൽ ഞാൻ ആരെന്ന ബോധമാണ് എന്നെ ക്രിസ്തുവിന്റെ സാക്ഷിയാക്കി മാറ്റുന്നത്. ഞാൻ എന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ, ഞാനും കർത്താവ് നമ്മളുടെ വ്യക്തിബന്ധമാണ്. ക്രിസ്തുവിന്റെ തേജസ്സിനിൽ വെളിപ്പെടുന്നത്, അവന്റെ അധികാരമെന്നിൽ വെളിപ്പെടുന്നത്, അവന്റെ അഭിഷേകത്തിന്റെ തീ എന്നിൽ കത്തി തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതിന്റെ 18ാമത്തെ വാക്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും. ഹല്ലേലൂയ. ഭൂമിയിൽ ആമേൻ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവ് ഹല്ലേലൂയ അതേ അധികാര ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പറഞ്ഞ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കള്ളല്ല കേട്ടോ, കർത്താവ് കള്ളം പറയത്തില്ല. കർത്താവ് ആരെ കള്ളം പറഞ്ഞ് വശീകരിക്കാറില്ല. എങ്ങനെ ഒരു വശീകരണ സ്പിരിറ്റിന്റെ കർത്താവിനില്ല. പക്ഷെ അവന്റെ മേലുള്ള അഭിഷേകം അത് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ പകരക്കാരനായി മാറും, കർത്താവിന്റെ തുല്യരായി മാറും. കർത്താവ് എന്ത് ചെയ്തു അത് ചെയ്യാനുള്ള അധികാരം അവൻ നമ്മുടെ മേൽ കൈമാറും. ഇനി 19ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരിക. 19ാമത്തെ വാക്യം എന്താ പഠിപ്പിക്കുന്നത്? ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടും. തീർന്നില്ല. അടുത്തു പറയുന്നു, നിങ്ങൾ രണ്ടുപേർ ഐക്യമത്യപ്പെടണം. അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. പലപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഞാൻ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഹല്ലേലൂയ. പല കുടുംബങ്ങളിലും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ഉപവസിക്കാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അപ്പനും അമ്മയ്ക്കും മക്കൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അതിനകത്ത് കയറി സ്പ്ലിറ്റ് ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ രണ്ടുപേർ ഒരുമനപ്പെട്ടോ, അവിടെ ഞാനുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുമനപ്പെട്ടോ എന്റെ പ്രവൃത്തി നിങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ ഒരുമനപ്പെട്ടാൽ എന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ഒഴുകുവാൻ തുടങ്ങുക. നിങ്ങൾ ഒരുമനപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്തു അത് നിങ്ങൾ ചെയ്തു തുടങ്ങും. ഹല്ലേലൂയ. ഒരു സാധാ ശുശ്രൂഷ അല്ല ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് നൽകുന്നത്, ഒരു അസാധാരണ ശുശ്രൂഷ. കാരണം എന്താ? ഇത് ഒരു പ്രസംഗമല്ല നിങ്ങളോട് പറയുന്നത്. എന്റെ യേശു എന്ത് ചെയ്തുവോ ആ അധികാര കൈമാറ്റമാണെന്ന് പകൽ നടക്കുന്നതിനകത്തോ. ആമേൻ, ആമേൻ. രണ്ടുപേർ ഒരുമനപ്പെട്ടു നോക്ക്. ഹല്ലേലൂയ. ആരുമായിക്കൊള്ളട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, അപ്പനും അമ്മയുമാകാം, അല്ലെങ്കിൽ മക്കളും അമ്മയുമാകാം, അപ്പനും മക്കളുമാകാം, അല്ലെങ്കിൽ രണ്ട് മക്കൾ തമ്മിൽ ഒരുമിച്ചാകാം. ആരാണോ രണ്ടുപേർ ഒരുമനപ്പെടുന്നത് അതിനിടയിൽ പിന്നെ ഹല്ലേലൂയ ആർക്കും കയറി കളിക്കാൻ കഴിയത്തില്ല, ആർക്കും ആ ദൈവപ്രവൃത്തിയെ തടയാൻ കഴിയത്തില്ല. അവൻ എന്ത് നമ്മൾ പറഞ്ഞ് ആമേൻ പറഞ്ഞ് നിർത്തുന്നുവോ ആ പറഞ്ഞു നിർത്തിയ ഉടനെ സ്വർഗം പറയുന്നു, നിങ്ങൾ ആമേൻ പറഞ്ഞാൽ മതി, ഞാൻ അതിനെ സ്വർഗത്തിൽ കെട്ട്. ഇവിടെ നിങ്ങൾ കെട്ടിയിട്ട് ആമേൻ പറഞ്ഞില്ലേ, ആ സ്പോട്ടിൽ ഞാൻ അവിടെ കെട്ടും. ഇവിടെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പറഞ്ഞ് ആമേൻ പറഞ്ഞില്ലേ, ഉടനെ സ്വർഗം പറയും, ഞാൻ അവിടെ അഴിക്കുകയാ. ഈ പകൽ ഹല്ലേലൂയ കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാര മന്ത്രവാദിക്കല്ല, ഇവിടുത്തെ പൂജാരിക്കല്ല, ഇവിടെയുള്ള ശകനവാദിക്കല്ല, ഇവിടെ ഹല്ലേലൂയ എന്തും പറഞ്ഞ് ദൈവമക്കളെ അവഹേളിക്കുന്നവർക്കല്ല പ്രത്യുത. ഒരു ദൈവ പൈതൽ എന്ത് ഈ ഭൂമിയിൽ പറഞ്ഞ് ആമേൻ പറയുന്നുവോ ആ അഭിഷേകത്തിന്റെ നടുവിൽ അവന്റെ പ്രവൃത്തിയുമായി ഇറങ്ങി വരിക. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമി അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെടും. നിങ്ങൾ രണ്ടുപേർ ഒരുമനപ്പെട്ടോ
ശക്തമായി ഇറങ്ങി നിൽക്കും. ഇനി 20-ാമത്തെ വാക്യം വായിച്ച നമ്മൾ പ്രാർത്ഥിക്കുവാൻ കയറുകയാ. 20-ാമത്തെ വാക്യം, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ വരുമല്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്റെ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കാരണം ഞാൻ മണിക്കൂറുകൾ ഇവിടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നു. ഞാൻ നടക്കുമ്പോൾ എനിക്കറിയാം അവന്റെ സാന്നിധ്യം കൂടെ നടക്കും. ഞാൻ വാതുറന്നപ്പോൾ എനിക്കറിയാം അവന്റെ സാന്നിധ്യം എന്റെ നാവിലൂടെ ഒഴുകുന്നുണ്ട്. ഞാൻ പാടിയപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ആരാധിച്ചപ്പോൾ, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതാ നമ്മൾ ആമേൻ പറയുമ്പോൾ ആ വിഷയത്തിന് മറുപടി വന്നു കഴിഞ്ഞിരിക്കുക. അവൻ ഇന്ന് പകൽ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, ആ ഉദരത്തിൽ ബിനിഷ എന്ന മകൾ, അവരുടെ ഉദരത്തിൽ വൈദ്യശാസ്ത്രം പറയുന്നു തലമുറയ്ക്ക് കംപ്ലൈന്റ് ഉണ്ട്. വൈദ്യശാസ്ത്രം പറയുന്നു ആ കുഞ്ഞിന്റെ അവൻ ഉദരത്തിൽ കഴിയുന്ന ശിശുവിന് വളർച്ചയ്ക്ക് എത്തിയിട്ടില്ല. ആ കംപ്ലൈന്റ്, ഈ കംപ്ലൈന്റ് നമ്മൾ ആത്മാവിൽ കൽപ്പിക്കാൻ പോകുകയാ. നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗ്ഗത്തിൽ കെട്ടുക, ഭൂമിയിൽ അടിച്ചാൽ സ്വർഗ്ഗം അത് അടിക്കുക. നമ്മൾ രണ്ടുപേർ ഒരുമനപ്പെട്ടാൽ അവിടെ അവന്റെ പ്രവൃത്തി. ഇന്ന് ഏത് വിഷയം ചുമന്ന് നിങ്ങൾ വന്നുവോ ആ വിഷയം ചുമന്ന് നിങ്ങൾ പോകേണ്ട. കാരണം ദൈവവചനം നിങ്ങളോട് കൂടെ, നിങ്ങളിൽ വചനം ഇറങ്ങാൻ പോകുകയാ. വചനശക്തി നിങ്ങൾ ചലിക്കാൻ പോകുകയാ. വചനം ദൈവമാകയാ. വചനത്തിന്റെ ശക്തി ദൈവം അയച്ചു കഴിഞ്ഞതുകൊണ്ട് വചനത്തിന്റെ ശക്തിയാൽ നമ്മൾ സകലത്തെയും ജയിക്കുന്ന പകലാ.